ഹായ് ഫ്രണ്ട്സ്. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം അതായത് നിങ്ങൾ ട്രേഡ് എടുക്കുന്നവരാണല്ലോ. അപ്പം ഇൻട്രാഡേ ട്രേഡോ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ്, പൊസിഷൻ ട്രേഡിങ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നവര്. ഓക്കെ, എന്ത് തരം ട്രേഡിംഗ് ആയിക്കോട്ടെ, നമ്മൾ ഫോളോ ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്സ് ഓൾമോസ്റ്റ് സെയിം ആണ്. എടുക്കുന്ന ടൈം ഫ്രെയിം അല്ലെങ്കിൽ എടുക്കുന്ന രീതി മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിന്റെയൊക്കെ പിന്നിലുള്ള ഒരു കൺസെപ്റ്റ് ഓൾമോസ്റ്റ് സെയിം ആണ്. സോ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണ്? നിങ്ങൾ ഒരു എൻട്രി എടുക്കുന്നു, അത് നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ഒരു കാൻഡിൽസ്റ്റിക് ഫോർമേഷനോ അല്ലെങ്കിൽ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ ഹെൽപ്പോടു കൂടിയൊക്കെ നിങ്ങൾ എടുക്കുന്ന ഒരു എൻട്രി, അത് ബൈ ആകാം അല്ലെങ്കിൽ ഷോർട്ട് സെൽ ആവാം, എന്ത് തന്നെ ആയാലും നിങ്ങളുടെ അനാലിസിസ് പ്രകാരം നിങ്ങൾ എടുക്കുന്നു. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് ലോസ് ഉണ്ടാക്കുന്നു, അല്ലെ? അപ്പൊ നിങ്ങൾ ശരിക്കും വണ്ടടിക്കും, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ പഠിച്ച പോലെയൊക്കെ തന്നെയാണല്ലോ കാര്യങ്ങൾ വന്നത്, പക്ഷെ എന്തുകൊണ്ട് വീണ്ടും അത് സ്റ്റോപ്പ് ലോസിലേക്ക് പോയി അല്ലെങ്കിൽ ലോസ് ഉണ്ടാക്കി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഓക്കെ, ഇത് ഒട്ടുമിക്ക ട്രേഡേഴ്സും, അതായത് ട്രേഡിംഗ് പഠിച്ചു വരുന്നവരും അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളവരും ഒക്കെ തന്നെ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂസ് ആണ്. ഈവൻ പ്രൊഫഷണൽ ട്രേഡേഴ്സ് പോലും എല്ലാ ട്രേഡും പ്രോഫിറ്റ് ആകുന്നുണ്ടാവില്ല. പക്ഷെ അവര് ഇപ്പൊ 100 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ മേ ബി 60 അല്ലെങ്കിൽ 50 ട്രേഡ് പ്രോഫിറ്റ് ആണെങ്കിൽ പോലും ബാക്കിയുള്ളത് ലോസ് ആയാൽ പോലും പ്രൊഫഷണൽ ട്രേഡേഴ്സ് അത് ഓവറോൾ പ്രോഫിറ്റ് ആയിരിക്കും. കാരണം അവരുടെ റിസ്ക് റിവാർഡ് അതനുസരിച്ച് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അത് വേറൊരു ടോപ്പിക്കാണ്. സോ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ നിങ്ങൾ ഒരു ട്രേഡ് എടുക്കുന്നു, അത് നിങ്ങൾ എൻട്രി കറക്റ്റ് ആയിരുന്നു, നിങ്ങൾ ഒരു കാൻഡിൽസ്റ്റിക് ഫോർമേഷൻ വന്നു, അതായത് ഇപ്പൊ ഒരു ഹാമർ കണ്ടു അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് കണ്ടു സപ്പോർട്ടിൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു മോർണിംഗ് സ്റ്റാർ ക്യാൻഡിൽ കണ്ടു. ഇതെല്ലാം കണ്ടതിന് ശേഷം നിങ്ങൾ ഒരു ട്രേഡ് എടുക്കുകയാണ്. അത് വീണ്ടും എന്ത് ചെയ്തു? നിങ്ങളുടെ ഡയറക്ഷനിലേക്ക് പോകാതെ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യൂയിലേക്ക് പോകാതെ തിരിച്ചു വന്ന് അത് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നു എന്ന് വെക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ശരിക്കും അവിടെ ഫ്രസ്ട്രേറ്റഡ് ആകും. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഞാൻ പഠിച്ചതുപോലെ വന്നു സംഭവിച്ചു, എന്നിട്ടും ഞാൻ അത് നോക്കി എൻട്രി എടുത്തു, എന്നിട്ട് എനിക്കിത് ലോസ് വന്നല്ലോ, എന്താണ് കാര്യം? ഓക്കെ, സോ അതിനുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് നിങ്ങൾ ബുക്കിൽ ഒരു പക്ഷേ വായിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ പല വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് അത് എത്രത്തോളം അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ വളരെ സിമ്പിൾ ഫോമില് അത് പറഞ്ഞു തരാം, ഒരു ട്രിക്ക്. ഓക്കെ, സോ ഈ ട്രിക്ക് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാതെ എന്താ പറയുക, ഒരു വിന്നിങ് ട്രേഡ്സ് എടുക്കാനായിട്ട് സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 100% നിങ്ങൾ എടുക്കുന്ന എല്ലാ ട്രേഡ്സും വിൻ ചെയ്യുന്നല്ല ഞാൻ പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് ആണ്, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, ഒരു പ്രോബബിലിറ്റി ഗെയിം ആണ്, അല്ലേ? ഓക്കെ, നമുക്ക് പ്രോഫിറ്റ് ആവാം, ചിലപ്പോൾ ലോസ് ആകാം. അതിപ്പം നമ്മളുടെ വ്യൂസ് എല്ലാം തന്നെ കറക്റ്റ് ആണ്, നമ്മൾ എടുക്കുന്നതെല്ലാം നമ്മൾ പഠിച്ച രീതിയിൽ ഒരു പ്രൊഫഷണൽ ട്രേഡേഴ്സ് എടുക്കുന്ന രീതി തന്നെയാണ് ട്രേഡ് എടുക്കുന്നതെങ്കിൽ പോലും ലോസ് സംഭവിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. സോ അതുകൊണ്ടാണ് സ്റ്റോപ്പ് ലോസ് എന്നൊരു കൺസെപ്റ്റ് തന്നെ മാർക്കറ്റിലുള്ളതും, റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നതും, പൊസിഷൻ സൈസിങ് ചെയ്യണമെന്ന് പറയുന്നതും, മണി മാനേജ്മെന്റും റിസ്ക് മാനേജ്മെന്റും പ്രോപ്പർ ആയിട്ട് പാലിക്കണം, ഡിസിപ്ലിൻ വേണം, പേഷ്യൻസ് വേണം എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? സ്റ്റോക്ക് മാർക്കറ്റിലെ ഓരോ ട്രേഡും ഒരു ബെറ്റാണ്, അല്ലെ? നമ്മൾ ബെറ്റ് വെക്കുമ്പോൾ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല 100% ഞാൻ വിജയിക്കും അല്ലെങ്കിൽ ഞാൻ തോറ്റു പോകും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, അല്ലെ? നമ്മളൊരു ചാൻസ് ആണ്, ഒരു പോസിബിലിറ്റി ആണ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഓരോ ട്രേഡും. അതിപ്പോ ഇൻട്രാഡേ ആയാലും സിംഗ് ട്രേഡ് ആയാലും പൊസിഷൻ ട്രേഡ് ആയാലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആയാലും എന്ത് തന്നെ ആയാലും റിസ്ക് ഉണ്ട്, അല്ലെ? സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇൻബിൽട്ട് റിസ്ക് ഉണ്ട്. അതായത് നമുക്ക് ഒരിക്കലും 100% അതിനകത്തൊരു വിൻ ചെയ്യാം എന്ന് വിചാരിക്കാൻ പറ്റില്ല. ഓക്കെ, പ്രോബബിലിറ്റിയുടെ ഒരു ഗെയിമാണ് ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. സോ ആ ഗെയിമിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമ്മൾ സക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചിരിക്കണം, അല്ലെ? വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് കുറച്ച് റൂൾസ് നമ്മൾ സെറ്റ് ചെയ്ത് ആ റൂൾസ് ബ്രേക്ക് ചെയ്യാതെ നമ്മളത് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ട്രേഡ് എടുത്താൽ മാത്രമാണ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ വിജയിക്കുവാനും അതുവഴി നമ്മളുടെ എന്താ പറയാ ഇൻകം ജനറേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം എന്താണ് ആ ട്രിക്ക് എന്നുള്ളത് ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം, നിങ്ങളത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾ ഇപ്പം ഇത് നിഫ്റ്റിയുടെ ചാർട്ടാണ് കാണുന്നത്. ഓക്കെ, നിഫ്റ്റി ഇൻഡെക്സിന്റെ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, സോ ഈ ചാർട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഓക്കെ, നിങ്ങളിപ്പോ നിഫ്റ്റിയുടെ ചാർട്ടാണ് കാണുന്നത്. ഈ ചാർട്ട് നിങ്ങൾ നോക്കുക. ഈ നോക്കുമ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു അസറ്റ് ട്രേഡർ, നിങ്ങൾ ഒരു കാൻഡിൽസ്റ്റിക്കിന്റെ ഫോർമേഷൻ കണ്ടതിന് ശേഷമാണ് നിങ്ങൾ കോൾ അല്ലെങ്കിൽ സോറി ബൈ അല്ലെങ്കിൽ സെല്ല് ചെയ്യാന്ന് വിചാരിക്കുക. ഓക്കെ, സോ അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇവിടെ നമുക്കൊരു എൻട്രി കണ്ടെത്താം. കാൻഡിൽസ്റ്റിക്കിന്റെ ഫോർമേഷൻ വെച്ച് മാത്രം നമുക്കൊരു എൻട്രി കണ്ടെത്താം. ഓക്കെ, സോ നമുക്കത് ട്രേഡ് തരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ, സോ ഓക്കെ, സോ ഇത് നോക്കുക നിങ്ങൾ. ഓക്കെ, സോ ഇത് എന്താണ്? ഒരു ബിയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ ആണ്, അല്ലെ?
അല്ലെ? ഇതൊരു ഗ്രീൻ ക്യാൻഡലിനെ എൻഗൾഫ് ചെയ്തുകൊണ്ട് ഒരു ബിയറിഷ് ക്യാൻഡിൽ വന്നു. ഇതിനെ നമ്മൾ ബിയറിഷ് എൻഗൾഫിംഗ് എന്ന് പറയും അല്ലെ? സ്വാഭാവികമായിട്ടും എന്താണ് മാർക്കറ്റിന്റെ അവസ്ഥ? ഇവിടെ ഈ ഒരു മോർണിംഗ് ഉണ്ടാക്കിയ ലോ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ വീണ്ടും ഒരു നല്ലൊരു സെല്ലിംഗ് ക്യാൻഡിൽ ഉണ്ട്. അതിനുശേഷം ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കഴിഞ്ഞിട്ട് ഒരു ബിയറിഷ് ക്യാൻഡിൽ ഇവിടെ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ഇതൊരു ബിയറിഷ് എൻഗൾഫിംഗ് ആണ്. ഇത് നമുക്ക് ഷോർട്ട് എൻട്രിയുടെ ഓപ്പർച്യൂണിറ്റിയാണ് തരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, സോ നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ ലോയിലേക്ക് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഷോർട്ട് എൻട്രി എടുത്തു. ഷോർട്ട് എൻട്രി എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിൽ ഇപ്പൊ നമുക്കറിയാം ഡയറക്റ്റ് പോയിട്ട് സെല് ചെയ്യാനോ ബൈ ചെയ്യാനോ പറ്റില്ല. ഒന്നുകിൽ നിഫ്റ്റിയുടെ ഫ്യൂച്ചേഴ്സ് ബൈ അല്ലെങ്കിൽ സെല്ല് ചെയ്യണം. അതല്ല എങ്കിൽ നിഫ്റ്റിയുടെ കോൾ ഓപ്ഷനോ പുട്ട് ഓപ്ഷനോ നമുക്ക് ബൈയോ സെല്ലോ ചെയ്യാം. ഇപ്പം താഴേക്ക് പോകുന്ന ഒരു വ്യൂ ആണ് നമുക്കുള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കോൾ ഓപ്ഷൻ സെല് ചെയ്യും അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും. ഓക്കെ, സോ നമ്മളിവിടെ ഉദാഹരണത്തിന് പുട്ട് ഓപ്ഷൻ വാങ്ങിയെന്ന് ഇരിക്കട്ടെ. ഈ ഒരു സ്ട്രൈക്ക് പ്രൈസിലുള്ള പുട്ട് ഓപ്ഷൻ നമ്മൾ വാങ്ങുന്നു. വാങ്ങിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇവിടെ വെക്കുന്നു. ഓക്കെ, അവിടെ വെച്ചതിന് ശേഷം നമ്മൾ ടാർഗറ്റ് ഒരു 1:2 എന്നുള്ള രീതിയിൽ ഇത് ഇവിടെ നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്ത് നിൽക്കുക. ഓക്കെ, സോ അതിനുശേഷം എന്ത് സംഭവിച്ചു നോക്കിയേ? മാർക്കറ്റ് എന്ത് ചെയ്തു? അപ്പൊ തന്നെ അടുത്തത് ബുള്ളിഷ് ക്യാൻഡിലൊക്കെ ഇങ്ങനെ കുറച്ച് നേരം കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് പോയിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അങ്ങ് ഹണ്ട് ചെയ്ത് പോകും അല്ലെ? ഈ ഒരു ക്യാൻഡിൽ കണ്ടോ? ഇത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് പോയി ഹിറ്റ് ചെയ്തിട്ട് പിന്നെ കുറച്ചു നേരം നിന്നിട്ട് വീണ്ടും താഴേക്ക് വന്നു. ടാർഗറ്റ് എത്തിയില്ല. അതിനുശേഷം വീണ്ടും പോയി വീണ്ടും അവിടെ പോയിട്ട് വീണ്ടും തിരിച്ചു വന്ന് ലാസ്റ്റ് നമുക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ടാർഗറ്റിലേക്ക് മാർക്കറ്റ് എത്തി. പക്ഷെ അതിന് മുമ്പ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഹിറ്റ് ചെയ്തു, നമ്മൾ എക്സിറ്റ് ആയി അല്ലെ? നമ്മൾ ലോസ് ബുക്ക് ചെയ്തു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ പഠിച്ചത് ശരിയാണല്ലോ, ഒരു ക്യാൻഡിൽസ്റ്റിക്, അതായത് ബിയറിഷ് എൻഗൾഫിംഗ് പോലെ ഒരു ക്യാൻഡിൽസ്റ്റിക് കണ്ടതിന് ശേഷം മാത്രമാണ് ഞാൻ എൻട്രി എടുത്തത്, എന്നിട്ടും എന്തുകൊണ്ട് എന്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയി? ഇതാണ് നിങ്ങളുടെ പ്രശ്നം അല്ലെ? ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ട്. എന്താണ് പരിഹാരം? നിങ്ങൾ ഒരു ട്രേഡ് എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഒറ്റയ്ക്ക് എടുക്കാതിരിക്കുക. എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കൂട്ടം ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ആ ട്രേഡ് എല്ലാവരെയും കൊണ്ട് എടുപ്പിക്കുക എന്നുള്ളതാണ്. അല്ല, ഒരിക്കലും അല്ല. നിങ്ങൾക്ക് ഒരു കൂട്ട് വേണം ട്രേഡ് എടുക്കുമ്പോഴത്തേക്കും. ഒരു കൂട്ടോ ഒന്നിൽ കൂടുതൽ കൂട്ടുകാരോ വേണം. ഈ കൂട്ടുകാർ എന്ന് പറയുന്നത് നിങ്ങളുടെ കോ ട്രേഡേഴ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ട്രേഡ് ചെയ്യാൻ വരുന്ന ആൾക്കാരോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന കൂട്ടുകാരാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങളിപ്പോ ഒരു സമരം ചെയ്യാൻ പോവാണ്, സ്ട്രൈക്ക് ചെയ്യാൻ പോവാണ്, സ്ട്രൈക്ക് നടത്താൻ പോവാണ്. അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസും ഒരു കൂട്ടം ആൾക്കാരുമായിട്ട് നിങ്ങൾ ഒരു സ്ട്രൈക്കിന് പോകുന്നുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ? നിങ്ങൾ ഒരുപാട് ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും? ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, നിങ്ങൾ ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും അല്ലെ? അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ആ ഒരു സ്ട്രൈക്കിൽ പങ്കെടുക്കുവാനും അത് മേ ബി വിജയിപ്പിക്കാനും നിങ്ങൾക്ക് സാധിക്കും. കാരണം നിങ്ങൾക്ക് അത്ര സ്ട്രോങ് സപ്പോർട്ട് പിന്നിലുണ്ട് ഇല്ലേ? എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഓരോ ട്രേഡ്, നമ്മൾ മാർക്കറ്റിൽ എടുക്കുന്ന ഓരോ ട്രേഡ് എടുക്കുമ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ കൂടെ ആൾക്കാർ വേണം. ആ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുന്നതാണ് നമ്മളുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. അതായത് ഒരു പ്രൈസിനെ താങ്ങി നിർത്തുന്ന ആ ഒരു ലെവലാണ് സപ്പോർട്ട് അല്ലെ? അല്ലെങ്കിൽ ഒരു പ്രൈസിന് ഒരു സീലിംഗ് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് വരുന്ന സ്ഥലമാണ് എന്ത്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു റെസിസ്റ്റൻസിൽ പ്രൈസ് എത്തിക്കഴിഞ്ഞാൽ നോർമലി എന്ത് സംഭവിക്കും? ആ റെസിസ്റ്റൻസിന് അവിടുന്ന് അത് മുകളിലേക്ക് പോകാൻ സാധിക്കാതെ അവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആകും. സപ്പോർട്ടിൽ വരുമ്പോൾ ഇത് തന്നെ സംഭവിക്കും. സപ്പോർട്ടിൽ മാർക്കറ്റ് എത്തിയതിനു ശേഷം അവിടുന്ന് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴെ പോകാൻ സാധിക്കാതെ അവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് സഞ്ചരിക്കും. ഇതാണല്ലോ ബേസിക്കലി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സപ്പോർട്ടോ റെസിസ്റ്റൻസോ വൺസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താവും? ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യും അല്ലെ? ഇപ്പൊ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പ്രൈസ് മുകളിൽ കയറി കഴിഞ്ഞാൽ ആ റെസിസ്റ്റൻസ് ലെവൽ എന്താവും? സപ്പോർട്ടായി മാറും അല്ലെ? ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾ നോക്കുക, ഈ ഒരു ലെവല് രാവിലെ മോർണിംഗിൽ നമുക്ക് ഈ ഒരു ലെവൽ എന്തായി? സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാണ്. ഇതിന്റെ മുമ്പോട്ട് ലെവൽസ് ഉണ്ടാവും, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു പക്ഷേ ഇത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോ ആ ചാർട്ടിലേക്ക് പോകുന്നില്ല. ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇത് സപ്പോർട്ടായിട്ട് നമുക്ക് ഇങ്ങനെ ആക്ട് ചെയ്യാന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇത് ഇവിടെ സപ്പോർട്ട് എടുത്തു, ഇവിടെ സപ്പോർട്ട് എടുത്തു, ഇവിടെ സപ്പോർട്ട് എടുത്തു, മാർക്കറ്റ് മേൽപ്പി. പിന്നെ ഇത് വന്ന് താഴേക്ക് ബ്രേക്ക് ചെയ്തപ്പോ കണ്ടില്ലേ? ഇതെന്തായി? സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. അപ്പൊ ഈ ലൈൻ അപ്പൊ എന്തായി മാറി? റെസിസ്റ്റൻസ് ആയിട്ട് മാറി അല്ലെ? ഇതിനാണ് നമ്മൾ പറയുന്നത് സപ്പോർട്ട് ടേൺഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് പ്രൈസ് ഇതിന്റെ താഴെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തായി? റെസിസ്റ്റൻസ് ആയി അല്ലെ? ഉദാഹരണത്തിന് ഇതൊരു ഫ്ലോർ ആണെന്ന് വിചാരിക്കുക. നിങ്ങളിപ്പം നിങ്ങളുടെ വീടിന്റെ ഒരു ഫ്ലോർ ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ 2 നിലയുള്ള ഒരു വീടിനകത്ത് നിൽക്കുമ്പോൾ മുകളിലത്തെ നിലയിൽ നമ്മൾ നിൽക്കുകയാണെന്ന് വിചാരിക്കുക അല്ലെ? അതിന്റെ ഫ്ലോർ എന്ന് പറയുന്നതാണ് ഇതെന്ന് കരുതുക. ഓക്കെ, സോ ആ സെക്കൻഡ് ഫ്ലോറിന്റെ ടോപ്പ് എന്ന് പറയുന്നത് അതിന്റെ സീലിംഗ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സീലിംഗ് ആണെന്ന് വിചാരിക്കുക. ഈ ഫ്ലോർ വൺസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്ലോർ എന്താവും? സീലിംഗ് ആവും അല്ലെ? പിന്നുള്ള സപ്പോർട്ട് ഏതാ? നമ്മളുടെ ബേസ്മെന്റിലെ ആ ഫ്ലോർ ആണ് പിന്നുള്ള സപ്പോർട്ട്. അപ്പൊ ഈ ഫസ്റ്റ് ഫ്ലോറിന്റെ ഈ ഫ്ലോർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്താവും? സീലിംഗ് ആയിട്ട് മാറും അല്ലെ?
ഇത് അത് കഴിഞ്ഞുള്ള സീലിംഗ്, നെക്സ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയും അല്ലെ. ഈ ബേസ്മെന്റ് ഫ്ലോർ അപ്പൊ എന്തായി മാറും, സപ്പോർട്ടായി മാറും. ഇങ്ങനെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് വർക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത സംഭവം മാർക്കറ്റ് അല്ലെങ്കിൽ പ്രൈസ് ഇതിനെ ബ്രേക്ക് ചെയ്ത് താഴെ വന്നു കഴിഞ്ഞാൽ ഇത് വീണ്ടും റെസിസ്റ്റൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുക അല്ലെ. ഇങ്ങനെ റെസിസ്റ്റൻസും സപ്പോർട്ടുകളും നമ്മൾക്ക് തന്നെ ചാർട്ടിൽ പ്രൈസ് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് കൂടാതെ ഇപ്പൊ അതിന് കഴിയാത്ത ആൾക്കാർ, ഇപ്പൊ ചാർട്ട് നോക്കിയാണെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കാനോ ഒക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യണം, നമ്മൾ മറ്റ് സപ്പോർട്ടുകൾ കണ്ടെത്താൻ ശ്രമിക്കണം. മറ്റ് സപ്പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം ഇന്ന് ട്രേഡ് നടക്കുമ്പോഴത്തേക്കും ഈ ഡേയിൽ വന്നിരിക്കുന്ന ഹൈ പ്രൈസ്, അല്ലെങ്കിൽ ആ ഡേയിലെ ലോ പ്രൈസ്, അല്ലെങ്കിൽ ആ ഡേ ക്ലോസ് ചെയ്ത പ്രൈസ്, ഇതൊക്കെ നമുക്ക് കീ ലെവൽസ് ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളൊരു ബൈ അല്ലെങ്കിൽ സെല് ചെയ്യുമ്പോൾ നമ്മൾക്ക് കൂട്ടുകാർ വേണം, നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യരുത്, നമ്മളോടൊപ്പം കൂട്ടുകാർ വേണമെന്ന് നമ്മൾ പറഞ്ഞല്ലേ. ആ സപ്പോർട്ട് ചെയ്യുന്ന ആ ഫ്രണ്ട്സിനെയാണ് നമ്മൾ പറയുക ലെവൽസ് എന്ന് പറയും, കീ ലെവൽസ് എന്ന് പറയും. ആ കീ ലെവൽസ് എന്ന് പറയുന്നത് ഒരുപാട് കീ ലെവൽസ് ഉണ്ടല്ലേ മാർക്കറ്റിൽ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഇൻഡിക്കേറ്റേഴ്സിന് ഹെൽപ്പ് ഒന്നും ഇല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ കീ ലെവൽസ് ഏതാണ്, പ്രീവിയസ് ഡേയിൽ പ്രൈസ് പോയിരിക്കുന്ന ഹൈ ഏരിയയും പ്രീവിയസ് ഏരിയയിൽ പ്രൈസ് ചെന്നിരിക്കുന്ന ലോ ഏരിയയും വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് കീ ഏരിയാസ് ആണ് കേട്ടോ. അപ്പൊ അത് കൂടാതെ ക്ലോസ് ചെയ്തേക്കുന്ന പ്രൈസ് അത് വേറൊരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. പിന്നെ ഈ പറയുന്ന രീതിയിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ടും റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ടും മാറിയിട്ടുള്ള ഏരിയാസ്, അതും കീ ലെവൽസ് ആണ്. ഇത്തരത്തിലുള്ള കീ ലെവൽസ് ആണ് നമ്മളെ സംബന്ധിച്ച് എന്ത്, നമ്മളുടെ കൂട്ടുകാര്. അപ്പൊ ആ കൂട്ടുകാർ എവിടെയാണോ ഉള്ളത് അവിടെ മാത്രം നമ്മൾ ട്രേഡ് എടുക്കാൻ നോക്കുക. അവിടെ മാത്രം കാൻഡിൽസ്റ്റിക് പാറ്റേൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് എടുക്കാൻ നോക്കുക. ഓക്കെ. സോ അതാണ് ഞാൻ പറഞ്ഞ ട്രിക്ക്. അല്ലാതെ നമ്മൾ ഒരിക്കലും ഈ ഫ്രണ്ട്സ് ഒന്നുമില്ലാത്ത ഈ ഒരു സ്ഥലത്ത് ഒരു കാൻഡിൽസ്റ്റിക് ഫോർമേഷൻ കണ്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും ട്രേഡ് എടുക്കാൻ പാടില്ല. ഉദാഹരണത്തിന് നിങ്ങൾ ഇത് ഇവിടെ നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ ആണ് അല്ലെ. ഈ ഒരു റെഡ് ക്യാൻഡിലിനെ എൻഗൾഫ് ചെയ്തുകൊണ്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു, നമുക്ക് ഇവിടെ എൻട്രി എടുക്കാം അല്ലെ. ഇവിടെ എൻട്രി എടുത്ത് കഴിഞ്ഞാൽ എന്താ ഫലം, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയി അല്ലെ. എന്തുകൊണ്ടാണ്, ഇവിടെ നമ്മുടെ ഫ്രണ്ട്സ് ഇല്ല, ഇവിടെ നമുക്കൊരു കീ ലെവൽ ഇല്ല. കീ ലെവൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ ഒരു കീ ലെവൽ ഉണ്ടായിരുന്നെങ്കിൽ ആ കീ ലെവൽ എന്ത് ചെയ്യും, നമ്മളെ സപ്പോർട്ട് ചെയ്യും അല്ലെ. ഇതിന്റെ താഴെ പ്രൈസിനെ വിടാതെ സപ്പോർട്ട് ചെയ്ത് പ്രൈസിനെ ഇവിടുന്ന് പുഷ് ചെയ്ത് നമ്മുടെ ടാർഗറ്റിലേക്ക് എത്തിക്കും. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു സുഹൃത്തില്ല, ഇങ്ങനെ ഒരു കീ ലെവൽ അവിടെ ഇല്ല. അതുകൊണ്ടാണ് ഇത് ഫെയിൽ ആകുന്നത്. അപ്പൊ കീ ലെവൽ എവിടെ ഉണ്ടോ അവിടെ മാത്രമാണ് ആ ഒരു ക്യാൻഡിൽസ്റ്റിക്കിന്റെ പ്രൈസ് ആക്ഷൻ നമ്മൾ കണ്ടിട്ട് നമ്മൾ അവിടെ ട്രേഡ് എടുക്കാവൂ. അതായത് പാറ്റേൺ നമ്മൾ നോക്കി ട്രേഡ് എടുക്കുക. ആ പാറ്റേൺ ഏതെങ്കിലും കീ ലെവൽസ് ഉണ്ടെങ്കിൽ അവിടെ വന്നാൽ മാത്രമാണ് അതിന് റിലവൻസ്. അല്ലാതെ എവിടെ എന്ത് ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ഫോം ആയാലും അതിനെ ബേസ് ചെയ്ത് നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ലെക്കിൽ ചിലപ്പോൾ പ്രോഫിറ്റ് കിട്ടാം, പക്ഷെ ഒരിക്കലും നമുക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ലെക്ക് ഓരോരുത്തരുടെ ലെക്കും ചില മാർക്കറ്റ് സിറ്റുവേഷനെ കാണാം നമ്മൾ. ഓക്കെ. ഇപ്പൊ കണ്ണടച്ചെടുത്താലും ചിലപ്പോൾ പ്രോഫിറ്റ് കിട്ടും. ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ആദ്യമായിട്ട് വന്ന് ട്രേഡ് ചെയ്യുന്നവർക്ക് ഒന്നും പഠിക്കാതെ അവരൊന്നും ബ്ലൈൻഡ് ആയിട്ട്, അതായത് അവരൊന്നും നോക്കില്ല, ബ്ലൈൻഡ് ആയിട്ട് വന്ന് ട്രേഡ് എടുക്കുന്നു, ചിലപ്പോൾ പ്രോഫിറ്റ് കിട്ടാം അല്ലെ. വലിയ ക്വാണ്ടിറ്റി ഇട്ടാ ചെയ്യുന്നതെങ്കിൽ വലിയ പ്രോഫിറ്റ് ചിലപ്പോൾ അത് തന്നെ കിട്ടും. ലോട്ടറി അടിച്ച പോലെയാണ് അതല്ലേ. നമുക്ക് ലോട്ടറി അടിക്കുന്നത് എന്തുകൊണ്ടാണ്, നമുക്ക് ലെക്ക് കൊണ്ടാണ് കിട്ടുന്നത്, അല്ല നമുക്ക് അതിനകത്ത് വേറെ മാജിക്കോ ഒരു സ്റ്റഡിയോ ഒന്നുമില്ല അല്ലെ. എന്ന് പറയുന്ന പോലെ പ്രോഫിറ്റ് കിട്ടാം. പക്ഷെ എപ്പോഴും നമുക്കൊരു പ്രോബബിലിറ്റി നമ്മുടെ കൂടെ സഞ്ചരിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും കീ ഏരിയാസിൽ ക്യാൻഡിൽസ്റ്റിക് ഫോം ആകുമ്പോൾ മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കാവുള്ളൂ. അതിന് സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇത്രയും വിചാരിക്കുക, നിങ്ങൾ ഒറ്റയ്ക്ക് ട്രേഡ് എടുക്കാതിരിക്കുക, നിങ്ങൾ സുഹൃത്തുക്കളോടൊപ്പം എടുക്കുക. ആ സുഹൃത്തുക്കൾ എന്ന് നമ്മളിവിടെ പറയുന്നത് ഈ മാർക്കറ്റിൽ ഉണ്ടാവുന്ന കീ ലെവൽസ് ആണ്. ഓക്കെ. സോ ഈ നമ്മളിപ്പോ പറഞ്ഞു പ്രീവിയസ് ഡേയിൽ വന്നിരിക്കുന്ന ഹൈ, അല്ലെങ്കിൽ പ്രീവിയസ് ഡേയുടെ ലോ, അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ക്ലോസ്, അതുപോലെ തന്നെ സപ്പോർട്ട് ടേൺ ചെയ്ത് റെസിസ്റ്റൻസ് ആവുന്നു, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ടേൺ ചെയ്ത് സപ്പോർട്ട് ആവുന്ന ലെവലുകളൊക്കെ നമുക്ക് കീ ലെവൽസ് ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. സോ ഇത് കൂടാതെ ഇനി ഇത് കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. ഓക്കെ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ നോക്കുക, ഇതിപ്പം ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ കീ ലെവൽസ് ഒക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് എങ്കിൽ വളരെ സിമ്പിൾ ആണ്. സ്റ്റിൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. പിവട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് ഫയർസിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് ഇൻഡിക്കേറ്റേഴ്സിൽ പോയിട്ട് പിവട്ട് പോയിന്റ്സ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു കാര്യം സംഭവം വരും, പിവട്ട് പോയിന്റ് സ്റ്റാൻഡേർഡ്. സോ അത് നിങ്ങൾ എടുക്കുക, അത് എടുത്തിട്ട് അതിന്റെ സെറ്റിംഗ്സിൽ നിങ്ങൾ പോവുക. സെറ്റിംഗ്സിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് അതിന്റെ ഈ പിവട്ട് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക. ഞാനിവിടെ ഒരു ഓറഞ്ച് കളറാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം സപ്പോർട്ട് 1,
റെസിസ്റ്റൻസ് 1, സപ്പോർട്ട് 2, റെസിസ്റ്റൻസ് 2, സപ്പോർട്ട് 3, റെസിസ്റ്റൻസ് 3. ഈ ഒരു 3 ലെവൽ മതി. 3 ലെവൽ സപ്പോർട്ടും 3 ലെവൽ റെസിസ്റ്റൻസും. ഇത് ഓക്കെ അടിക്കുക. ഇത് ട്രഡീഷണൽ ആണ്, ബൈ ഡിഫോൾട്ട് ഇത് തന്നെ ഉണ്ടാവുക. ഡെയിലി എന്നുള്ളത് ബൈ ഡിഫോൾട്ട് ഉണ്ടാവും, അതൊന്നും മാറ്റണ്ട. ഇവിടെ നിങ്ങൾക്ക് എത്ര ദിവസത്തെ അതായത് എത്ര ദിവസം ഈ ഒരു ലൈൻ നിങ്ങൾക്ക് കാണണം എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് ഇന്നത്തെ ആ ലെവൽ മതി, അല്ലെങ്കിൽ ഇന്നത്തെ മാത്രം മതി. ഇപ്പൊ നിങ്ങൾക്ക് 1 എന്നൊരു ഇതിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നത്തെ മാത്രം അവിടെ കിട്ടും. ഇപ്പൊ ഞാനൊരു ബാക്കിലേക്കുള്ള ചാർട്ട് കാണിക്കാൻ വേണ്ടി ഞാനൊരു റാൻഡം ആയിട്ട് 50 കാണിച്ചു. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ഇൻഡിക്കേറ്റർ കിട്ടും. ആ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് ശരിക്കും ഇത് കോൺസ്റ്റന്റ് ആണ്. അതായത് പിവറ്റ് എന്ന് പറയുന്നത് അറിയാമല്ലോ, തലേ ദിവസത്തെ ഹൈ ലോ ക്ലോസ് ആ പ്രൈസിന്റെ ആവറേജ് ആണ് ഈ പിവറ്റ് എന്ന് പറയുന്നത് സെൻട്രൽ ലൈൻ. ഓക്കെ, സോ അതിനുശേഷം വേറൊരു കാൽക്കുലേഷൻ വെച്ചിട്ട് എടുക്കുന്നതാണ് റെസിസ്റ്റൻസ് 1, 2, 4 സപ്പോർട്ടും അതുപോലെ തന്നെ സപ്പോർട്ട് 3 അങ്ങനെ ഓരോ ലെവൽ മാർക്ക് ചെയ്യും. ഓക്കെ, സോ ഈ ലെവലിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾക്ക് ലെവൽസ് വരയ്ക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പിവറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ ട്രേഡ് എടുക്കാം. ഓക്കെ, വളരെ നല്ല രീതിയിൽ പിവറ്റ് കട്ട് ചെയ്യും. സോ എല്ലാ ദിവസവും അല്ല, ഒരു 90% പിവറ്റ് ലെവൽസ് വർക്ക് ചെയ്യാറുണ്ട്. ചില സമയങ്ങളിൽ പിവറ്റിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിട്ട് ട്രേഡ് നടക്കാറുണ്ട്. അപ്പോൾ പോയിട്ട് പിവറ്റിൽ വന്നിട്ട് എടുക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ എൻട്രി കിട്ടാതെ വരും. പക്ഷെ പിവറ്റുമായിട്ട് അടുത്ത് നിൽക്കുന്ന ദിവസങ്ങളിലൊക്കെ പിവറ്റ് ലെവല് വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. 90% ഓഫ് ദ ടൈം ഇറ്റ് വിൽ വർക്ക്. അല്ല 100% ഇത് വർക്ക് ചെയ്യും എന്ന് നമ്മൾ വിശ്വസിച്ച് ഒരു ട്രേഡും എടുക്കരുത്. ഒരു ഇൻഡിക്കേറ്റേഴ്സിനും നമുക്ക് അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിവറ്റ് ഒരു പരിധി വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഇപ്പൊ ഇതും നമ്മൾ പറയുന്ന കീ ലെവൽസ് ആണ് അല്ലേ. നിങ്ങൾ ട്രേഡ് എടുക്കാൻ നേരത്തെ ഒറ്റയ്ക്ക് എടുക്കാതിരിക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് നിങ്ങൾ ട്രേഡ് എടുക്കുക. അതായത് ആ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന കീ ലെവൽസ് ആണ്. കീ ലെവൽസിൽ നമ്മൾ നേരത്തെ ഐഡന്റിഫൈ ചെയ്ത ലെവലുകൾ അല്ലാതെ പിവറ്റ് എന്ന് പറയുന്ന ലെവൽസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ പിവറ്റിൽ നിങ്ങൾ നോക്കിക്കേ എന്താ സംഭവിക്കുന്നതെന്ന്. ഇപ്പം ഈ ഒരു ദിവസം 16-ാം തീയതി നമുക്ക് എന്ത് ചെയ്ത് സംഭവിച്ചു? രാവിലെ ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ തന്നെ എന്താണ്, ഒരു നല്ലൊരു ഹാമർ ക്യാൻഡിലാണ് അല്ലെ. ഒരു നല്ലൊരു ഹാമർ ക്യാൻഡിൽ നമുക്ക് കിട്ടി. ഇതെവിടെയാണ് സംഭവിച്ചിരിക്കുന്നത് നോക്കിയേ. ഇപ്പൊ നമ്മൾ ഈ പിവട്ട് നമ്മളുടെ ഒന്നുമില്ല കയ്യില്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? ഒരു ഏരിയയിൽ ഇത് ഫോം ആയി. ഏത് ഏരിയയിലാണ്? ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ ഒന്നുമില്ല, ഒരു ലെവൽസും ഇല്ലാത്ത ഒരു ഏരിയയിൽ നമ്മൾ ഇത് ഫോം ആയെന്ന് വിചാരിച്ചിരിക്കും. നമ്മൾ എൻട്രി എടുക്കില്ല അല്ലെ. അതേസമയം നമ്മൾ പിവട്ട് വരച്ചിട്ടുണ്ടെങ്കിലോ നോക്കിയേ, ഈ പിവട്ടിൽ നിന്നാണ് ഈ ഹാമർ ഫോം ആയിരിക്കുന്നത് അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു എൻട്രി എടുക്കാം. ഇതിന്റെ സ്റ്റോപ്പ് ലോസ് ഇച്ചിരി വലുതാണ് എങ്കിൽ പോലും നമ്മൾ ഉദാഹരണത്തിന് ഇവിടെ എൻട്രി എടുത്തെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇവിടെ എൻട്രി എടുത്തതിന് ശേഷം എന്ത് സംഭവിക്കുന്നു? നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഈ ഒരു പിവട്ടിന്റെ താഴെ, അതായത് ഈ പിവട്ട് നമ്മളുടെ സപ്പോർട്ടാണ് അല്ലെ, നമ്മുടെ സുഹൃത്താണ് അല്ലെ. നമ്മുടെ സുഹൃത്തായിട്ട് ഇവിടെ പിവട്ട് ഉണ്ട് നമുക്ക്. അപ്പൊ നമ്മൾ ആ പിവട്ട്, ആ സുഹൃത്തിന്റെ സപ്പോർട്ട് കൂടി നമ്മൾ ഇവിടെ ട്രേഡ് എടുത്തു. നമ്മൾ എന്നിട്ട് സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇവിടെ വെക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലെ ലോയിൽ ഇവിടെ നമ്മൾ വെക്കുന്നു SL. ഓക്കെ, നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ എന്തെങ്കിലും വെറുതെ ഇരിക്കുകയാണ്. എന്ത് ചെയ്തു? പ്രൈസ് കുറച്ച് പോയിട്ട് നേരെ വന്ന് നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന ആ സുഹൃത്തിന്റെ തൊട്ടടുത്ത് വന്നിട്ട് എന്ത് ചെയ്തു? നമ്മളൊന്ന് പേടിപ്പിച്ചിട്ട് മാർക്കറ്റ് ഇവിടുന്ന് തിരിഞ്ഞു പോയി അല്ലെ. അപ്പൊ നമ്മൾ ട്രേഡ് എടുത്തു. നമ്മൾ ഒന്നുകിൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് വരട്ടെ. നമ്മുടെ ടാർഗറ്റ് നമുക്ക് ഇത് ഇപ്പൊ സെറ്റ് ചെയ്ത് വെക്കാം. കാരണം R1 എന്ന് പറയുന്ന ഫസ്റ്റ് റെസിസ്റ്റൻസ് ആണ്. അവിടെ പോയിട്ട് മാർക്കറ്റ് എന്തായാലും റിയാക്ട് ചെയ്യും, ഒന്ന് പോസ് ആകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അവിടെ വെച്ചിട്ട് നമ്മുടെ ടാർഗറ്റ് ആകാം. അപ്പൊ നമ്മൾ ഇവിടെ എൻട്രി എടുത്തു. ഇവിടെ എൻട്രി എടുത്തിട്ട് നമ്മൾ ഇതിൽ ട്രസ്റ്റ് ചെയ്യുന്ന ഒരാള് ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഈ അനാലിസിസ് വർക്കാകും എന്ന് മനസ്സിലാക്കിയ ഒരു ട്രേഡർ എന്ത് ചെയ്യും? ഈ ഒരു ക്യാൻഡിൽ ഒന്നും കണ്ടുകൊണ്ട് ഇത് ഇറങ്ങില്ല. കാരണം സ്റ്റോപ്പ് ലോസ് എത്തിയിട്ടില്ല അല്ലെ. അപ്പൊ നമ്മൾ സ്ട്രോങ് ആയിട്ട് അവിടെ പിടിച്ചു നിൽക്കും, നമ്മളത് ഹോൾഡ് ചെയ്യും. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യും? ആ ട്രേഡ് എടുത്ത ആള് ഇവിടെ കണ്ടില്ലേ, ഇവിടെ വീണ്ടും പിവട്ട് സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് സംഭവിച്ചു? അവിടെ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് എന്ന് പറയുന്ന ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ കിട്ടി അല്ലെ. അപ്പൊ ഇവിടെ വീണ്ടും അയാൾ എന്ത് ചെയ്യും? പൊസിഷൻ ആഡ് ചെയ്യും അല്ലെ. രാവിലെ ഒരു ലോട്ട എടുത്തെങ്കിൽ പിറ്റേന്ന് ഈ ഒരു ക്യാൻഡിൽ കാണുമ്പോൾ 2 ലോട്ടാക്കും, അല്ലെങ്കിൽ എത്രയാണോ ആളുടെ പൊസിഷൻ സൈസിങ് അതനുസരിച്ച് ഇവിടെ ക്വാണ്ടിറ്റി കൂട്ടും. എന്നിട്ട് എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യും. അപ്പോഴും എന്താണ്? നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ തന്നെയാണ്, മാറുന്നില്ല. സ്റ്റോപ്പ് ലോസ് അടിച്ചോ? ഇല്ല. മാർക്കറ്റ് എവിടെ പോയി? R1 റെസിസ്റ്റൻസിന് അവിടെ പോയി. ഇവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ ക്യാൻഡിൽ തന്നെ നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം അല്ലെ. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ. ഇപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? ഇത് ഈ ട്രേഡ് ഇവിടെ എടുക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്ത സുഹൃത്താരാ? ഇത് അല്ലെ. ഈ പിവട്ട് എന്ന് പറയുന്ന സുഹൃത്താണ് നമ്മളിവിടെ ഹെൽപ്പ് ചെയ്തത്. അപ്പം ഈ സുഹൃത്തിന്റെ ഹെൽപ്പോടുകൂടി മാത്രമാണ് നമ്മൾ ഈ ട്രേഡ് എടുത്തത്, നമ്മൾ പ്രോഫിറ്റിലായത് അല്ലെ. അതേസമയം ഈ സുഹൃത്തുക്കൾ ഒന്നുമില്ലാത്തൊരു ഏരിയയിൽ പോയിട്ട് നമ്മൾ ട്രേഡ് എടുത്താൽ എന്ത് സംഭവിക്കും? ഫെയിലിയർ ആവും അല്ലെ. നമുക്ക് മോസ്റ്റ്ലി ആ ട്രേഡ് ലോസ് തരാനാണ് സാധ്യത. അപ്പൊ നിങ്ങൾ എപ്പോഴും ട്രേഡ് എടുക്കുമ്പോൾ സുഹൃത്ത് കൂടെ ഉണ്ടോ എന്ന് നോക്കുക. ഒന്നിൽ കൂടുതൽ സുഹൃത്തുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അതായത് ഇപ്പൊ നമ്മൾ ഇവിടെ പിവട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അല്ലെ. ഇപ്പൊ നിങ്ങൾ ചാർട്ട് നോക്കി ലെവൽ വരയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ മേ ബി വേറെയും ലെവൽസ് ഉണ്ടാവും അല്ലെ. ഇപ്പൊ ബാക്കിലേക്കുള്ള ചാർട്ട് നോക്കുവാണെങ്കിലോ അല്ലെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിലൊക്കെ ഇട്ട് നോക്കുവാണെങ്കിൽ വേറെയും ലെവൽസ് ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പൊ ആ ലെവൽസ് കൂടെ ഉണ്ട്, പിവട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ധൈര്യമായിട്ട് ആ ട്രേഡ് എടുക്കാം, ഒന്നും പേടിക്കണ്ട. കാരണം ആ സപ്പോർട്ട് എന്ന് പറയുന്ന ആ ലെവല് നിങ്ങളുടെ ട്രേഡിനെ
അവിടെ ഹോൾഡ് ചെയ്യും അല്ലെ, നിങ്ങളുടെ ട്രേഡിനെ അവിടെ സംരക്ഷിക്കും, നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രോഫിറ്റ് തരും അല്ലെ. എന്നാൽ പോലും ഞാൻ പറയുന്നു 90% ആണ് സാധ്യത. 10% നമുക്ക് അപ്പോഴും റിസ്ക് എന്ന് പറയുന്ന ഫാക്ടറിന് കൊടുക്കേണ്ടി വരും. മേ ബി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും, പക്ഷെ ഹിറ്റ് ആയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇറങ്ങാം, അടുത്ത ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നോക്കാം, വിട്ടേക്കുക. ഒരിക്കലും റിവെഞ്ച് ചെയ്യാനോ മാർക്കറ്റിനെതിരെ ഫൈറ്റ് ചെയ്യാനോ പോകരുത്, വെയിറ്റ് ചെയ്തിരിക്കുക, അടുത്ത എൻട്രി വരും. ഓക്കെ, സോ അതാണ് നമ്മൾ പറയുന്ന ആ ഒരു ട്രിക്ക്. നിങ്ങൾ ഇത് ഫോളോ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ട്രേഡിങ്ങിൽ മികച്ച രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിക്കുക. അതുപോലെ പുതിയ എന്തെങ്കിലും ടോപ്പിക് ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിലോ അപ്പൊ ഇന്ന് സംസാരിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക, നമ്മളത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.